ഇപ്പോൾ ശ്രീ എ പി അനിൽകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എ പി അനിൽകുമാർ, രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുകയാണ്, അവിടേക്ക് പ്രിയങ്ക എത്തുന്നു. എങ്ങനെയാണ് ഈ തീരുമാനത്തെ കാണുന്നത്? എത്രമാത്രം ആവേശം നൽകുന്ന തീരുമാനമാണ്? ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷം വയനാടിന്റെ MP എന്നുള്ള നിലയിൽ അതിനപ്പുറത്ത് അവിടുത്തെ ജനങ്ങളുമായിട്ട് വൈകാരികമായ ഒരു അടുപ്പം അദ്ദേഹത്തിനുണ്ടായിരുന്നു, ജനങ്ങൾക്ക് തിരിച്ചുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 2ാം തവണയും പലരും ഭൂരിപക്ഷം വളരെ കുറയുമെന്ന് പറഞ്ഞപ്പോൾ പോലും പോളിംഗ് കുറഞ്ഞിട്ട് പോലും ഒരു വലിയ ഭൂരിപക്ഷത്തിന് ജനങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. അദ്ദേഹത്തോടുള്ള ആ വൈകാരികമായ അടുപ്പം കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ, അതിലൊക്കെ പണ്ട് ചേർന്ന് ഒപ്പം നിന്നവരാണ് വയനാട്ടിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് ഈ സ്ഥാനം ഒഴിയുമ്പോൾ തീർച്ചയായിട്ടും വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിൽ സങ്കടമുണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ അതിനകത്ത് എടുത്തു പറയാവുന്ന ഒരു കാര്യം, അദ്ദേഹം ഇവിടെ ഒഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് വയനാടിനോടൊപ്പം ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളത്. അത് തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ആ പ്രയാസത്തെ അതിജീവിച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള ആവേശത്തോടു കൂടി അവരെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലുടനീളം അവര് നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 5 വർഷം അവര് നടത്തിയ പോരാട്ടങ്ങളൊക്കെ ഇന്ത്യ കണ്ടതാണ്. മാത്രമല്ല അവരുടെ ആദ്യ തെരഞ്ഞെടുപ്പാണ്, കന്യാംഗമാണ്. അതിന് വേദിയൊരുക്കാൻ വയനാടിന് കഴിയുക എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശകരമായ കാര്യമാണ്. ശ്രീ എ പി അനിൽകുമാർ, കഴിഞ്ഞ തവണ രാഹുൽ എത്തുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ വിജയിപ്പിക്കുന്നു, രാഹുൽ ജനങ്ങൾക്കൊപ്പം നിന്നു എന്നതാണ് നിങ്ങളുടെ ബോധ്യം. ആ ബോധ്യം ജനങ്ങൾക്കും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജനം ജയിപ്പിക്കുന്നു. പക്ഷേ തന്ത്രപരമായ ഒരു തീരുമാനമാണ് ഇവിടെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വയനാട് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ രാഹുൽ മറ്റൊരിടത്ത് മത്സരിക്കും എന്ന ഒരു സൂചന പോലും വയനാട്ടിലെ ജനങ്ങൾക്ക് നിങ്ങൾ നൽകിയിരുന്നില്ല. അതിനുശേഷമാണ് റായ്ബറേലി മത്സരിക്കാൻ രാഹുൽ തീരുമാനിക്കുന്നു എന്ന കാര്യം പുറത്തു വരുന്നത്. ഇപ്പോൾ റായ്ബറേലി ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുന്നു. ഗാന്ധി കുടുംബത്തിന് വൈകാരിക ബന്ധമുള്ളത് കൊണ്ട് തന്നെ അത് നിലനിർത്തേണ്ടതായി വരുന്നു. അത് ജനങ്ങൾ പൂർണ്ണതോതിൽ ഉൾക്കൊള്ളും ഈ സാഹചര്യം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതിനകത്ത് എനിക്ക് എന്താ നിങ്ങളെ ചോദിക്കുന്നതിന് എനിക്ക് മനസ്സിലായില്ല. പൊതുവെ കഴിഞ്ഞ റായ്ബറയിൽ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ മാധ്യമങ്ങൾ പലരും പറഞ്ഞൊരു കാര്യമാണിത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ വയനാട് പാർലമെന്റിലേക്ക് മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം അമേഠിയിൽ സ്ഥാനാർത്ഥിയാണ്. അമേഠിയിൽ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് തന്നെയാണ് വയനാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ചതും അദ്ദേഹത്തെ വിജയിപ്പിച്ചതും. ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം തീരുമാനമെടുത്തത്. അപ്പൊ ആ സമയത്ത് 2 മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഒരിക്കൽ 2019 അത് പറഞ്ഞതാണ്. അത് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് അറിഞ്ഞുകൊണ്ടാണ് വയനാട്ടിലെ ജനങ്ങൾ പിന്തുണച്ചത്. ഇത്തവണയും അതിനുശേഷമാണ് തീരുമാനമെടുത്തത് എന്നുള്ളത് കൊണ്ടാണ് അത് പറയാതിരുന്നത്. നേരത്തെ ആണെങ്കിൽ ഒരുമിച്ചാണ് ഇലക്ഷൻ നടന്നിരുന്നെങ്കിൽ ഇത്തവണയും അമേഠിയെ പോലെ തന്നെ റായ്ബറേലിയിൽ മത്സരിക്കുമ്പോഴും വയനാട് മത്സരിക്കും. കഴിഞ്ഞ തവണ ജനങ്ങൾ നൽകിയ പിന്തുണ ഇത്തവണ നൽകും. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ശരി, വളരെ നന്ദി ശ്രീ എ പി അനിൽകുമാർ ഞങ്ങളോട് സഹകരിച്ചതിന്.